ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെറിയൊരു തട്ടിക്കൂട്ട് ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് എൻ്റെ ബുക്ക്. ഞാൻ ഫസ്റ്റ് പേജ് കീറി കളഞ്ഞിട്ടൊന്ന് എൻ്റെ പേര് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ ഡ്രോയിങ് ചെയ്യാം. സ്കെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പേജ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പേജിലേക്കൊന്ന് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ പേജ് വേണം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ സ്റ്റിക്കേഴ്സും സ്കെച്ചും യൂസ് ചെയ്യുന്നുണ്ട്. സംഭവത്തിനകത്ത് നമ്മൾക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഏത് കളർ ഏത് ദിവസം വേണം എന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ഏത് കളറാണോ വരുന്നത് ആ കളർ തന്നെ ഞാൻ ചൂസ് ചെയ്യും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു ബീച്ച് വൈബാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇതിനകത്തുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ തോന്നുകയാണെന്നും എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ഫസ്റ്റ് നോട്ട്ബുക്കാണ്. ഇതെൻ്റെ ഫസ്റ്റായിട്ട് കിട്ടിയ നോട്ട്ബുക്കാണ്. ഞാൻ ആദ്യമേ കാണിച്ചത്. എൻ്റെ സെക്കൻഡ് നോട്ട്ബുക്കാണ്. ഇത്തിരി പോലും തീർത്തിട്ടല്ല ഞാൻ ഇതെടുത്തായിരുന്നത്. അപ്പം ഇത് ഞാൻ എന്താ പറയുക വിലങ്ങാന്ന് ചെയ്തതാണ്. ഇത് ഇന്നലെയും ചെയ്തതാണ്. ഏതായാലും കിടക്കട്ടെ. പുതിയതായിട്ട് ഞാൻ എൻ്റെ ഇത് എടുത്തുകൊണ്ട് ഞാൻ ഏതായാലും ഇത് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ബീച്ച് വൈബാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു തീം ബീച്ചിൻ്റെ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ വയ്ക്കുക, ഇതിനകത്ത് സംഭവം കുറേ തരം ഐറ്റംസ് ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് സപ്പോസ് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുക്കില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ്. ഒരു ഷെല്ലിങ്ങനെ തുറന്നപ്പം സംഭവം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഷെല്ല് I have an idea. ഓക്കെ, നമ്മളപ്പം ഇത് കൊടുത്തിട്ടുണ്ട്. പെർഫെക്ഷനായിട്ട് നോട്ടിക്കുക. പടം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിക്കുക. ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഉള്ളവരൊട്ടിക്കുക, ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും. സ്റ്റിക്കർ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഡ്രോ ചെയ്ത് ഒക്കെ ആണെങ്കിലും ചെയ്യാം. പ്രോബ്ലം ഒരു തീമാണ് നമ്മൾ കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്കൈ ബ്ലൂ ഒക്കെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ള് ഇപ്പം താഴെ ഇടണം. അവസ്ഥ ഞാനിപ്പോൾ എടുത്തിക്കുന്നില്ല. അതുകൊണ്ട് 1 ബ്ലൂ എടുക്കുക. കുറേ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കലർ അതൊക്കെ അവർക്ക് മഴയാണ് അതിൻ്റെ സൗണ്ട് കേട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കളർ സ്കെച്ചാണ് എടുക്കുന്നത്. നമ്മൾക്കിനി ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതാണ്. ഞാൻ എപ്പം ചെയ്യുന്നു എപ്പോഴും എനിക്കിഷ്ടപ്പെടാത്തത് ഇതാണ്. ഈ ഒരു പോർഷൻ വരുമ്പോൾ ഞാൻ നേരം തെറ്റിച്ച് കളയും. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ നോക്കുന്നു. സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാനൊരു
ഇച്ചിരി ടീം എടുത്തത് കൊണ്ട് തന്നെ ഇനിയും കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ആ സ്റ്റിക്കർ എടുക്കാം. സ്റ്റിക്കർ ഇതിനകത്ത് നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണേലും ഒരു 2-3-4 സ്മോൾ സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടേക്ക് ഒട്ടിച്ചേക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എടുത്തത് ഈ ഒരു സ്റ്റോണാണ്. ഈ ഒരു കുഞ്ഞി സ്റ്റോൺ പർപ്പിൾ കളറാണ്. നമ്മുടെ സീ ആയതുകൊണ്ട് ഇതിലും പർപ്പിൾ കളർ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കടലിൻ്റെ അടിയിലുള്ളത് ഷെല്ലൊക്കെ അവളൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഷെല്ല് നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അങ്ങനെ കുറേ സൈഡിലേക്ക് വയ്ക്കുക. 3 സൈഡേ സത്യത്തെ ഇതിനകത്ത് ആവശ്യമുള്ളൂ. 3 സൈഡിലേക്ക് 4 ഷെല്ലും സംഭവങ്ങളൊക്കെ വയ്ക്കുക. പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ കടലിൻ്റെ അടിയിൽ ചെടി പോലെ എന്തോ കാണത്തില്ലേ, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, കടലിൻ്റെ അടിയിൽ കാണുന്ന ഒരു സംഭവം. അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങോട്ട് ചരിച്ചൊന്നിട്ടിക്കുക. ചരിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും കുളമായി. ഏതായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് 2-3 എന്നെക്കുറിച്ചുള്ള സെൻറ്റൻസ് എഴുതാം. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് മൈ നെയിം ഈസ് തൊട്ട് ആണ് ഞാൻ എപ്പോഴും തുടങ്ങുന്നത് ചെയ്യുമ്പോൾ. അതുകൊണ്ട് മൈ മൈ നെയിം ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ താഴെ ഈസ് കൊടുക്കാം. വൈദേഹി കൊടുക്കാം. വൈദേഹി. മൈ ഫേവറേറ്റ് ഫ്രൂട്ട്, മൈ ഫേവറേറ്റ് ഹോബി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഒരു ഗ്യാപ്പ് വിടുക. അവിടേക്ക് എന്തെങ്കിലും നമുക്കൊന്ന് കൊടുക്കാം. എന്നിട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എവിടെയെങ്കിലും ഇന്ന് സെറ്റ് കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചെയ്യുന്നവരോട്, ചെയ്യാത്തവർക്ക് ഏതൊരു മനസ്സിലേക്ക് കാണും. ഇത് എന്തുകൊണ്ട് ചെയ്യാത്തവർക്ക് അറിയായിരിക്കും ഇത് എന്തുകൊണ്ട് ചെയ്യരുതെന്ന്. ചെയ്യുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും. ചെയ്യണം എന്നൊന്നും പറയുന്നത് കാണാൻ കൊള്ളാത്രേ ഉള്ളൂ. ദിവസം ഇരുന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ജെല്ലി ഫിഷ് ഇവിടെ ഉണ്ടല്ലോ. ജെല്ലി ഫിഷ് no 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 no.
അത് ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ സെൻറ്ററിലായിട്ടൊരു ഊഴത്തില്ല അമ്പലത്തിൽ ഈ സാധനം കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഒരു സാധനം കൊണ്ട് ഇങ്ങനെ അപ്പോൾ അതിനകത്തുനിന്ന് സൗണ്ട് വരും. എന്ത് സാധനം എന്നറിയത്തില്ല. അല്ലല്ല അതും വേണ്ട, ഞാൻ വേണ്ട വെച്ചിട്ട് ഒരു നേരമായി എന്ന് ചിലപ്പം പറയും. നമ്മൾ വിചാരിച്ചു ഈ ഒരു സ്റ്റാർ ഫിഷ് എടുക്കാം. ഈ സ്റ്റാർ ഫിഷ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മീൻ പിടിക്കാൻ പോയി, സ്റ്റാർ ഫിഷിനെ കെട്ടി. ഫ്ലോപ്പായി പോയി. എന്തോ കൊടുക്കും വിചാരിച്ചു. നടുക്ക് ബായ് നിട്ടാലോ എന്നെനിക്കൊരു തോന്നി. ഈ സ്റ്റാർ ഫിഷിനെ ഏതായാലും ഇവിടോട്ട് കിടക്കണ്ട. അതുകൊണ്ട് മാത്രം ഞാനിതിനെ ഈ സൈഡിലേക്ക് കൊടുക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടേക്ക് എഴുതാം. Okay, and say bye. No, say bye here. Okay, B-Y-E dot. Okay, bye കൂടി എഴുതിയിട്ട് മണ്ടയ്ക്കത്തെ പോർഷനിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. പിന്നെ കുറച്ച് വാട്ടർ നമുക്ക് വേണം. സീ ആയതുകൊണ്ട് നമുക്ക് വാട്ടർ ഏതായാലും ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വാട്ടർ ഈ വശത്തേക്ക് കൊടുക്കാം. കുറച്ച് വാട്ടർ. ഇതാണ് നമ്മൾ ഫൈനൽ ഒരു ലുക്ക് എന്ന് വെച്ചിട്ട്. ഈ ഡ്രോയിങ്ങിന് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞൊരു ഇതില്ലേ എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഫില്ലാക്കി എടുക്കണം. ഫില്ലാവണമെങ്കിൽ ഇനിയും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഓക്കെ, ഞാൻ പോസ്റ്റിൽ കൊടുത്തേക്കാം ഏത് കളർ വേണമെന്ന്. നിങ്ങൾ ഇനി ഈ വീഡിയോയുടെ താരെ ഒന്നിടുക. ഞാൻ പോസ്റ്റ് ഇടുന്നതിനകത്ത് ഏതെങ്കിലും ഒരു കളർ വേണം എടുക്കാൻ. അല്ലെങ്കിൽ മിക്കമാറും പാളിപ്പോവും. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഏത് കളറിനാണോ ആ കളർ ഞാൻ ചെയ്യും. ഓക്കെ, വെള്ളം ഞാൻ ഇപ്പം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലുക്ക് നേരെ തിരിച്ചാണ് നിങ്ങൾക്ക് കാണുന്നത്. പക്ഷെ റിയലി അതങ്ങനെയല്ല. ഓക്കെ, നിങ്ങളത് ഓർത്തോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.